ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിഡിലെ നോമ്പ് കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ റേഷൻ കടയിലെ പച്ചരി കൊണ്ട് കുക്കറിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നല്ല കിഡിലെ നോമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ പള്ളിയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഈ നോമ്പ് കഞ്ഞി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോഴാണ് ഞാൻ നോമ്പ് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ നോമ്പ് കഞ്ഞിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പകൽ മുഴുവൻ നമ്മൾ നോമ്പെടുത്ത് വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലെ ചൂടൊക്കെ കുറഞ്ഞ് ക്ഷീണം ഒക്കെ മാറിക്കിട്ടും കേട്ടോ. അത്ര നല്ല പ്രത്യേകതയുള്ള നോമ്പ് കഞ്ഞിയാണ്. അപ്പോൾ ഈ നോമ്പ് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റേഷൻ കടയിൽ ഒരു കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കപ്പിൽ തന്നെ അരക്കപ്പ് ചെറുപയർ പരിപ്പ് അതും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു മണിക്കൂർ അത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനിതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് കൈ കൊണ്ട് നമ്മുടെ ഈ പച്ചരിയൊക്കെ ഒന്ന് നുറുക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ മിക്സിയിലൊന്നും ഇട്ട് കറക്കരുത്, കാരണം മിക്സിയിലിട്ട് നമ്മൾ കറക്കി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ച പച്ചരി കൈ കൊണ്ടൊന്ന് നുറുക്കിയെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് നുറുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ അതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഓയിൽ ചൂടായതുകൊണ്ട് ഞാനൊരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു ബേ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതും കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതുപോലെ ഒരു ബൗൾ ചുമന്നുള്ളി എടുത്ത് ഇതുപോലെ പൊടിയായി അരിഞ്ഞ് അതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കഞ്ഞിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചുമന്നുള്ളി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം എണ്ണയിലിട്ട്. വേഗത്തിൽ വഴണ്ടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വളരെയധികം പ്രത്യേകതയുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ ഈ നോമ്പ് കഞ്ഞി. ഈ സമയത്ത് ഞാൻ ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരയ്ക്കും ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എണ്ണയിലിട്ടിട്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ശരീരത്തിലെ ക്ഷീണം മാറ്റാനും അതുപോലെ തന്നെ ഒരുപാട് ചൂട് നമുക്കുണ്ടാകും ശരീരത്തിൽ, അതൊക്കെ കുറയ്ക്കാനും ഈ നോമ്പ് കഞ്ഞി അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒരു കൈപ്പിടി അളവ് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം.
ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന മട്ടനാണ് കേട്ടോ ഇത്. മട്ടൻ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ ഇത്. നല്ല കഴുകി വൃത്തിയാക്കിയ മട്ടൻ നെയ്യോടുകൂടി ഞാൻ മിക്സിയിൽ ഒന്നിട്ട് കറക്കി എടുത്തതാണ്. ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കഞ്ഞിക്ക് അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നോമ്പ് കഞ്ഞി ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും കുടിച്ച് പോകും കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ്. അതുപോലെ ഒരുപാട് നല്ലതാണ് കേട്ടോ. നമ്മൾ പകൽ മുഴുവൻ നോമ്പെടുത്തിട്ട് ശരീരത്തിൽ ചൂടൊക്കെ കുറയ്ക്കാനേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇത് കുടിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചരിയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഏറെ തന്നെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇച്ചിരി കസൂരി മേത്തി അതിൻ്റെ വെള്ളയ്ക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മട്ടൻ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു 5 വിസിലാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ബൗൾ കോക്കനട്ട് പേസ്റ്റ്, തേങ്ങ നന്നായിട്ട് അരച്ചതാണ് കേട്ടോ ഇത്. അതും കൂടെ നമുക്ക് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കഞ്ഞിക്ക്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തവണ പോലെ നോമ്പ് കഞ്ഞി കുടിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും വീണ്ടും നിങ്ങൾ കുടിച്ചു പോട്ടെ. അത്ര നല്ല ടേസ്റ്റായിരുന്നു ഇത് കുടിക്കാനായിട്ട്. പള്ളിയിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ നോമ്പ് കഞ്ഞി പള്ളിയിലൊക്കെ കിട്ടും. തമിഴ്നാട്ടിൽ ഇതൊരു പ്രത്യേകതയാണ്. നോമ്പ് സമയമായ നോമ്പ് കഞ്ഞി പള്ളിയിലൊക്കെ കിട്ടും. അപ്പോൾ ഒരു തവണയെങ്കിലും ഇത് നിങ്ങളൊന്ന് കുടിച്ച് നോക്കുക കേട്ടോ. തയ്യാറാക്കിയിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ നോമ്പ് കഞ്ഞി ഒരു സർവിങ് ബൗളിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ ഈ നോമ്പിന് നിങ്ങൾ ഒരു തവണ പോലും ഈ നോമ്പ് കഞ്ഞി കുടിക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ചൂട് കുറയ്ക്കാൻ ഈ നോമ്പ് കഞ്ഞി വളരെ സഹായകമാണ്. നമ്മുടെ ശരീരത്തിൽ ക്ഷീണമൊക്കെ നോമ്പെടുത്ത് ക്ഷീണമൊക്കെ മാറ്റാൻ ഈ ഒരു കഞ്ഞി മതി കേട്ടോ. ഇതൊരു ഗ്ലാസ് നമ്മൾ കുടിക്കും. നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ക്ഷീണമൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.